തേൻമൊഴി നന്മ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മൾക്കെല്ലാവർക്കും ഉമ്മാനെ ഭയങ്കര ഇഷ്ടമാണല്ലേ. ഉമ്മയെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എപ്പോഴും ഉമ്മ കൂടെ വേണം. എവിടെയെങ്കിലും പോകുമ്പോൾ ഉമ്മാൻ്റെ കൂടെ പോകണം. രാത്രി ഉറങ്ങാൻ, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഉമ്മ തന്നെ കൂടെ വേണമെന്ന് എല്ലാവർക്കും ഭയങ്കര നിർബന്ധമുണ്ടാവും. ഉമ്മയെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ നമ്മൾ പറയുകയും ചെയ്യും. പക്ഷേ ഉമ്മയെ നമ്മളറിയാതെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ഇടങ്ങേറാക്കുന്ന ഒരു സമയമുണ്ട്. നമ്മളെല്ലാവരും വളരെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയാം, നമ്മൾ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഉമ്മയെ നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ ഇടങ്ങേറാക്കാതെ ചെയ്യാൻ കഴിയണം. നമ്മൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഉമ്മ നമ്മളെ പിന്നാലെ കൂടുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ, അത് ഉമ്മക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. നമ്മുടെ ചെറിയ വാവ ഉണ്ടാകും, അനിയനുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയൊക്കെ സ്കൂളിലും ഓഫീസിലൊക്കെ പോകാനുണ്ടാവും. അവരുടെ കാര്യങ്ങളൊക്കെ ഉമ്മ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ നമ്മളെ കാര്യം കൂടി ശ്രദ്ധിക്കുമ്പോൾ അത് ഉമ്മക്ക് ഭയങ്കര പ്രയാസമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിച്ചല്ലോ, എൻ്റെ കാര്യം ഞാൻ തന്നെ ചെയ്യും എന്നൊരു തീരുമാനമെടുത്താൽ അത് ഉമ്മക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണെന്നറിയാം. ഒന്നാമതായി, നമ്മൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് തലേ ദിവസം തന്നെ സ്കൂളിലേക്ക് എന്തൊക്കെ കൊണ്ടുപോകേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും തലേ ദിവസം. അതൊക്കെ നമ്മൾ ആദ്യം ബാഗിൽ സെറ്റ് ചെയ്ത് എടുത്ത് വെക്കണം. ടൈം ടേബിൾ അനുസരിച്ച് പുസ്തകം എടുത്ത് വെക്കുക. അതുപോലെ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ തലേ ദിവസം നമ്മൾ തന്നെ ബാഗ് നമ്മൾ റെഡിയാക്കി വെക്കുക. ഇനി നേരത്തെ നമ്മൾ ഉറങ്ങി എണീച്ചാൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ. അതിനെന്താ ചെയ്യുക, നമ്മൾ നേരത്തെ ഉറങ്ങണം. രാത്രി ഗെയിം കളിച്ചും അതല്ലെങ്കിൽ കളിച്ചും ചിരിച്ചൊക്കെ സമയം കളയാതെ നേരത്തെ ഉറങ്ങിയാൽ നമുക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിയും. അങ്ങനെ നേരത്തെ ഉറങ്ങലാണ് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം. ഇനിയോ, നമ്മൾ നേരത്തെ ഉറങ്ങി എഴുന്നേൽക്കണം. നേരത്തെ എണീച്ചാൽ കാര്യങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഉറങ്ങി എഴുന്നേൽക്കേണ്ടത്, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മുമ്പൊരു നേർമൊഴി കേട്ടിട്ടുണ്ടല്ലേ. അതൊന്നുകൂടി കേട്ട് അതുപോലെ എന്ത് ചെയ്യുക, നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുക. എന്നിട്ട് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ചില ആളുകളൊക്കെ ഉണ്ട്, ഉമ്മ വന്ന് വിളിച്ചാൽ പെട്ടെന്ന് എഴുന്നേൽക്കും. എന്നിട്ട് ഉമ്മ പതുക്കെ റൂമിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ പിന്നെയും മൂടിപ്പോച്ച് കിടന്നുറങ്ങും. എന്നിട്ട് ഉമ്മ രണ്ടാം വട്ടം മൂന്നാം വട്ടമൊക്കെ വന്ന് വിളിച്ചാലേ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുള്ളൂ. അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് ആദ്യം നമ്മൾ തീരുമാനിക്കും, കിടക്കുമ്പോൾ തന്നെ ഞാൻ രാവിലെ പെട്ടെന്ന് ഉമ്മ ഒരു വട്ടം വിളിക്കുമ്പോൾ തന്നെ എഴുന്നേൽക്കും എന്നുള്ളൊരു തീരുമാനം എടുത്താൽ നമുക്ക് പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറ്റും. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് രണ്ടാം വട്ടം ഉറങ്ങാതെ നേരത്തെ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ബാത്റൂമിലേക്ക് പോയി പല്ല് തേച്ച് നമ്മൾ തന്നെ കുളിച്ച് പെട്ടെന്ന് റെഡിയാകുക. എന്നിട്ട് ഉമ്മ അയൺ ചെയ്ത് വെച്ച വസ്ത്രം ഉണ്ടാവും, ഡ്രസ്സ് ഉണ്ടാവും, യൂണിഫോം. അതിന് ഉമ്മ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുക, സ്വയം അയൺ ചെയ്യുക. അതും ഉമ്മക്ക് ഭയങ്കര ആശ്വാസവും. എന്നിട്ട് ഉമ്മ ചെയ്ത അയൺ ചെയ്ത വസ്ത്രം നമ്മളഞ്ഞ് ധരിച്ച് ഉമ്മ ഭക്ഷണം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക, ഉമ്മ നമ്മളെ വന്ന് പിന്നെ ഭക്ഷണം കഴിപ്പിക്കുന്ന നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കിയിട്ട് നമ്മൾ തന്നെ ഒറ്റയ്ക്ക് തിന്നുക. നമ്മൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കും. ഉമ്മ എന്ത് ചെയ്യും, ആ സമയത്ത് നമ്മുടെ ഉച്ചക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കി വെക്കും. അതല്ലാതെ നമ്മളെ കഴിപ്പിക്കുകയും വേണം, ഉമ്മ ലഞ്ച് ബോക്സ് എടുത്ത് വെക്കുകയും വേണം, ഉപ്പയുടെ കാര്യം നോക്കണമൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ ഉമ്മക്ക് ഓരോന്നും പ്രയാസമായിരിക്കും. അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ കാര്യം ഒറ്റയ്ക്ക് ചെയ്താൽ എന്താവും, ഉമ്മക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും. ആ രൂപത്തിൽ നമ്മൾ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്ത് നമ്മൾ ഉമ്മ അടുക്കളയിൽ നിന്നും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്ത് ഉമ്മയ്ക്ക് വളരെ സന്തോഷവും ഉണ്ടാക്കുന്നൊരവസ്ഥയാണ് നമ്മൾ ഉമ്മയുടെ നല്ല മോനെ മോളെന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നേരെ പുറത്തേക്ക് ഇറങ്ങി വാഹനത്തിൽ നമ്മൾ കാത്തു നിൽക്കുന്ന, വണ്ടി വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരവസ്ഥയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതല്ലാതെ വണ്ടി വന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരവസ്ഥ, ഉമ്മ പിന്നാലെ ഓടി വണ്ടിയിൽ കൊണ്ടുപോകുന്നൊരവസ്ഥ, അങ്ങനെയൊന്നും ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കുന്നത് വളരെ മോശം കുട്ടികളാണ്. അതുകൊണ്ട് തേൻമൊഴി കേൾക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്ത് വളരെ നല്ല കുട്ടിയായി ഉമ്മയുടെ ഇഷ്ടപ്പെട്ട മകനായി മകളായി വളരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാവർക്കും ആ രൂപത്തിൽ നല്ല കുട്ടിയാകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തേൻമൊഴി നന്മ.